ബോറടിക്കുന്നു മേലെ ഇമ്മാതിരി കോമഡി അടിക്കരുത് കേട്ടോ. ഒരിടത്ത് സമാധാനത്തിൽ ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടെ വന്ന് ഒട്ടിക്കോളും. വല്ലപ്പോഴല്ലേ അമ്മ ഇങ്ങനെ ഒട്ടാൻ പറ്റണേ. എടി എപ്പോഴാണ് ബോറടിക്കണേ? ബോറടിക്കുമ്പോ ഒന്നും ചെയ്യാതിരിക്കുമ്പോ. കറക്റ്റ്. ഒന്നും ചെയ്യാൻ ഇവിടെ ഒന്നും ഇല്ലേ? പണിയൊന്നും ബാക്കിയില്ലേ? എന്തൊക്കെ പണി ഞാൻ എഴുതി തരട്ടാ, ലിസ്റ്റ് തരട്ടാ. എന്തോന്ന് പണി? എന്തോന്ന് പണി? അടുക്കള തൊട്ട് അങ്ങോട്ട് പറയട്ടാ. വേണ്ട വേണ്ട വേണ്ടേ? വേണ്ട. പിന്നെ എന്തെങ്കിലും ചെയ്യും. എന്തെങ്കിലും കളിക്കാം. അമ്മ ചുമ്മാ ഇരിക്കല്ലേ ഇവിടെ? നിങ്ങളോട് കളിക്കാൻ എനിക്ക് വേറെ പണിയുണ്ട്. അതെന്താ അമ്മ കളിച്ചെന്തോ? കളിക്കാൻ പറ്റിയ പ്രായം എനിക്ക്. പിന്നെ പ്രായമൊന്നുമില്ല കളിക്കാനായിട്ട്. പോയവിടുന്ന് അമ്മ പണ്ടത്തെ എന്തെങ്കിലും കളി കളിക്കാമോ? പണ്ടത്തെ എന്തെങ്കിലും ഗെയിംസാ അമ്മയുടെ കാലഘട്ടത്തുള്ള? വലിയ അനക്കൊന്നും ഇല്ലാത്ത കളിയാണെങ്കിൽ വല്ലതും കളിക്കാൻ. അങ്ങനെ എന്തെങ്കിലും കളിക്കും. ഒരു കളിയുണ്ട്, ചൂടാ തണുപ്പാ ഇട്ടൂലി. കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? കൊച്ചിലെ നിങ്ങളെ കൊണ്ട് കളിപ്പിക്കുവായിരുന്നല്ലോ. നീ കേട്ടില്ലേ? കളിച്ചിട്ടുണ്ട് നീ കൊച്ചിലെ? പിന്നെ ഒളിപ്പിച്ച കളി എന്ന് പറയുമല്ലേ? പിന്നെ ഒളിപ്പിച്ച കളി നമ്മൾ എവിടെയെങ്കിലും കൊണ്ടു പിന്നെ ഒളിപ്പിക്കുന്നു. പിന്നെ അടുത്ത് ചെല്ലുമ്പോ ചൂട്, ദൂരെ ആണെങ്കിൽ തണുപ്പ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നത്. അങ്ങനെ ഒരു സാധനം. അങ്ങനെ കളിക്കാം. പിന്നീട് അതാണല്ലോ എപ്പോഴും പിന്നൊക്കെ സ്റ്റോക്ക്. ഓക്കെ, ആരൊളിപ്പിക്കും? ഞാൻ ഒളിപ്പിക്കാം. അമ്മയാ? ഞാൻ ഒളിപ്പിക്കാം. അത് മാനം കണ്ട അധികം ആനം കണ്ട ഞാൻ അനങ്ങില്ല. നീ അനങ്ങിക്കോ. കല്ലട ശരി. ഓക്കെ ശരി. 1 തൊട്ട് 10 വരെ ഉണ്ടോ? അതിന് 15. ഓക്കെ, 1 2 3 4 5 6 7 8 9 ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ടാ എന്നിട്ടല്ല ഒളിപ്പിച്ചു. നീ കണ്ടുപിടിക്കാൻ കിടക്കട്ടാ. വാ ചെല്. ഇപ്പൊ എന്തോന്ന്? ഞാൻ എന്തോന്ന്? കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പോ. ഇവിടെ നിന്ന് കറങ്ങിട്ട് വന്നു. ഇപ്പഴാ തണുപ്പ്. ഇവിടെയാ തണുപ്പ്. അമ്മ എവിടെയാ? ഇവിടെ കോടും തണുപ്പ്. എവിടെയെന്ന് പറ അമ്മ. ഞാൻ പറയാനാണെങ്കിൽ പിന്നെ എന്തോന്ന് കയ്യിലങ്ങെടുത്ത് തന്നാ പോരെ. കണ്ടുപിടിക്കും പിള്ളേരെ. അമ്മേ ഇപ്പഴാ ചെറിയ ചൂട്, ഒരാൾക്ക് ചെറിയ തണുപ്പ്. ചൂടൊക്കെ ചെറിയ തണുപ്പ് എനിക്കോ? നിനക്ക് തണുപ്പ്, ചെറിയ തണുപ്പ്. ഇത് എവിടെ അമ്മ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാൽ ആകടിക്കണമ്മ? ഇപ്പഴോ? ചൂടാ. എന്തോ അമ്മ എവിടെ അമ്മ വെച്ചേക്കണ? ലാഗടിക്കണമ്മ. പറ അമ്മ. കണ്ടുപിടിക്ക് അമ്മ. ഇപ്പഴാ എനിക്ക്? ഇപ്പഴാ? ഇപ്പൊ തണുപ്പ് തന്നെ. ഇപ്പഴും തണുപ്പ്. ഇത് എന്ത് ഇത് അമ്മ മതിന്റെ അപ്പുറത്ത് ഇട്ടാണ്. സത്യം പറ, മണി ആയണ്ടോ ഒന്നും പറയാൻ പറ്റും. എന്തുവാടി? ഇത് എന്റെ പുറകെ നടക്കണേ. ഇപ്പഴാ അമ്മ? ഇപ്പഴാ? ചൂടാ? തപ്പടി. അമ്മ എനിക്കറിയാം. ഇവിടെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല അമ്മ, മാല മുട്ടീരാ? ഇല്ല. എന്റെ പോക്കറ്റ് പോലും ഇല്ല. കണ്ടാ കാണാനും ഇല്ല. ആരാ? ഇത് രവിചേട്ടന്റെ വീടല്ലേ? അതെ. ഞാൻ രവിചേട്ടനെ കാണാൻ വന്നാണ്. മക്കളെ അച്ഛനകത്ത്, രവിയേട്ടനെ അകത്ത് പണി ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് അർച്ചന കാണണം. ശരി വിളിക്കാം. പേരെന്തോ? ഞാൻ മണികണ്ഠൻ വന്നെന്ന് പറഞ്ഞു. മണികണ്ഠനല്ലേ? ഞാൻ പോയി വിളിച്ചിട്ടോ. പോയിട്ടോ. ഒരു കാര്യം ചെയ്യൂ, വരൂ, അകത്തേക്ക് വരൂ. ഏട്ടൻ വാ. എന്തോന്നാ രതീഷേ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഫയൽ സെറ്റിൽ ചെയ്യണ്ടേ? എന്താ തമാശയാണെന്നാണ് വിചാരിക്കുക? ഞാൻ ഒരു കാര്യം പറയാം, ഉച്ചയ്ക്ക് മുമ്പ് ആ മിസ്സായ ബില്ലുകളെല്ലാം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്നെ വിളി. അല്ലെ കൂടുതലൊന്നും എന്നോട് പറയണ്ട, എനിക്ക് കേൾക്കണ്ട. അല്ല നിസ്സാരമായിട്ട് കാണുകയാണല്ലോ. എന്നിട്ട് വിളി. അവൻ ചെയ്യണ പണിയാണ് ഞാൻ ചെയ്യണമെന്നുള്ള ഒരു വിചാരവും ഇല്ല. എന്നിട്ട് ബില്ല് കണ്ടില്ല രവി സാറേ എന്ന് പറഞ്ഞു. എന്തോ ചോറ്റയ്ക്ക് സംസാരിക്കുന്നേ? ആ രതീഷിന്റെ കാര്യം തോറ്റ അവനെ കൊണ്ട്. അതന്നെ അവരും പറയണം. ഒന്നുമില്ല. അച്ഛനെ കാണാൻ ആരോ ഫ്രണ്ട് വന്നിരിക്കുന്നു. ആര്? എന്തോ മണികണ്ഠൻ എന്തോ ഒരു പേര് പറഞ്ഞു. മണികണ്ഠനാ? അതാര്? എനിക്ക് തന്നെ അറിയാം, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. മണികണ്ഠനാ? വാ
മക്കളെ അയാളൊരു എക്സിക്യൂട്ടീവ് ഡ്രസ്സാണ് എക്സിക്യൂട്ടീവ് ഡ്രസ് തന്നെ കയ്യിലൊരു ബാഗ് ഉണ്ടോ? ഉണ്ട്. അച്ഛൻ അറിയാവോ? അയ്യോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ പറയാതിരിക്കാൻ പറ്റും. മോളെ നീ പോട്ടെ, ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. എന്തോന്ന് ശരിയാവില്ല. അച്ഛൻ, ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പോയി. അത് കുഴപ്പമില്ല, നീ പോയിട്ട് ഞാൻ ഇവിടെ ഇല്ല, ഇതുവഴി എവിടെ പോയെന്ന് പറ. ഇതുവഴി എവിടെ പോണത്? എന്തോ അച്ഛൻ മണ്ടനാ അച്ഛൻ, ഇതുവഴി എവിടെ പോണെന്ന് എന്റെ പൊന്നു മോളെ, അയാൾ ഇപ്പൊ എന്നെ കണ്ടാൽ ശരിയല്ല, അത് പ്രശ്നമാവും. അപ്പോഴേ എന്ത് പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? സത്യം പറ. ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ല. നീ പോയിട്ട് അയാളെ പറഞ്ഞു വിടാൻ നോക്കും. അതൊന്നും പറ്റൂല. ഇനിയിപ്പോ ഞാൻ മാറ്റി പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താന്ന് അയാൾ പറയും. അച്ഛന്റെ പെങ്കി മോളല്ലേ, പോടാ ചെന്ന് പോയിട്ടെ. ഇല്ല അച്ഛൻ, ഇല്ല മോള് പോയിട്ട് അയാളെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്ക്. അച്ഛൻ ഞാൻ എന്ത് പറഞ്ഞു ഒഴിവാക്കാൻ? അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യം നിനക്ക് മിനിറ്റ് ഐഡിയ പറഞ്ഞോളാണ്. മോളെ ചെല്ല്, എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ ഒഴിവാക്കാൻ. അച്ഛൻ ഒന്ന് രക്ഷിക്കും. അച്ഛൻ നാണല്ലേ അച്ഛാ എന്നെ ഇങ്ങനെ കള്ളം പറയാൻ പഠിപ്പിക്കാൻ? കള്ളം പറയാത്തൊരാള്. അച്ഛൻ എന്ത് വേണം അച്ഛന്? ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചൊന്ന് ഒഴിവാക്കി. നീ പോ. എനിക്കറിയാം അച്ഛന്റെ പൊന്നി പെങ്കി മോളല്ലേ. പോ. അതെ അച്ഛനെ വിളിക്കാൻ പോയിട്ട് ഇതെന്ത് വരാത്ത പിങ്കി? അച്ഛൻ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല, അച്ഛൻ റൂമിൽ ഇല്ല, റൂമിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇവിടെ ഇല്ലേ? ഇപ്പൊ ഇല്ല. എവിടെ പോണു? അയ്യോ അച്ഛൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞ ഇതെന്തോ വിശ്വാസം ഇല്ലാത്ത പോലെ. ഇവിടെ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് കയറി പറഞ്ഞു. എവിടെ പോയാനിടയ്ക്ക്? അച്ഛൻ പറയാതെ ഒരിടത്തും അങ്ങനെ പോവില്ലല്ലോ. ഇല്ല, ഇപ്പൊ പുറത്തോട്ട് എവിടെയെങ്കിലും പോയി കാണൂലേ. അപ്പൊ ഉടനെ തിരിച്ചു വരില്ലേ? എന്തോ കേട്ടോ? ഉടനെ തിരിച്ചു വരില്ലേ? ഉടനെ തിരിച്ചു വരൂല. അല്ല, രവിയേട്ടനെ വിളിച്ചിട്ടാണോ വന്നേ? ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ എപ്പോഴും വിളിക്കുമ്പോഴും റോങ് നമ്പർ എന്ന് പറഞ്ഞു. നമ്പറോ? ഏട്ടാ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? ഏത് നമ്പറിൽ വിളിച്ചേ? നമ്പർ മാറി കാണുമായിരിക്കും. ഈ നമ്പറല്ലേ 9856482222? ഇത് അച്ഛന്റെ നമ്പർ തന്നെയാണ്. പിന്നെ ഇത് കിട്ടാത്തെ? ഒന്നോ രണ്ടോ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കാണും. വാങ്ങാണെങ്കി പിന്നെ അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യും. ഒന്നുകൂടെ വിളിച്ചു നോക്കിട്ട് വന്നാ മതി. ഇപ്പൊ ചേട്ടൻ പുറത്ത് പോയതല്ലേ. വേറെ നമ്പർ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, ഇതേ ഉള്ളൂ. അല്ല ഏട്ടാ, ഏട്ടൻ ഇവിടുത്തെ അഡ്രസ് എങ്ങനെ കിട്ടി? വിളിച്ചിട്ട് കിട്ടിയില്ലാന്നല്ലേ പറഞ്ഞേ? ഞാൻ രവിച്ചേട്ടനെ ലാസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ഈ അഡ്രസ് തന്നത്, അപ്പൊ ഞാൻ തപ്പി പിടിച്ചു തന്നു. അല്ല, രവിയേട്ടനോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഞാൻ രവിയേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഡിസിഷൻ അറിയണം, അതിനാണ് ഞാൻ വന്നത്. ഇനിയിപ്പോ രവിച്ചേട്ടനുള്ള സമയത്ത് ഞാൻ വരാം. ഞങ്ങൾ പറഞ്ഞേക്കാൻ വരുമ്പോ. ശരി. എന്ത് ഡിസിഷൻ? എടി എന്തടി അച്ഛൻ എവിടെ പോയത്? മണി, ഞാൻ എങ്ങും പോയില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടി കള്ളി, അച്ഛൻ ഇവിടെ ഉണ്ടായിട്ട് എന്തെടി ഇല്ലാന്ന് പറഞ്ഞ പാവം ചേട്ടനായിരുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല, അച്ഛൻ തന്നെ പറഞ്ഞു. അങ്ങനെ പറയാം ഞാൻ തന്നെ പറഞ്ഞത് ഞാൻ ഇവിടെ ഇല്ലാന്ന് അയാൾക്ക് പറയാം. അത് മണി, ആ മണികണ്ഠനുള്ള ഭയങ്കര ശല്യമാണെന്നേ. എപ്പം വന്നാലും ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കും. നമ്മുടെ ഒരു പണിയും നടക്കൂല, ഭയങ്കര വർത്തമാനാണെന്ന്. വളരെ മോശമായി. വീട്ടിൽ വന്ന ഒരാളെ ഇങ്ങനെയാണ് പെരുമാറുന്നേ. എന്തോന്ന് മണി, ആവശ്യമില്ലാത്ത കാര്യമാണെന്ന്. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണ് ഞാൻ ഉടനെ വരൂലേ. അയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയെന്താ അറിയോ? രവിയേട്ടനോട് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഡിസിഷൻ അറിയണം എന്നാണ്. ചുമ്മാ എനിക്കറിഞ്ഞു. അത് മാത്രമല്ല, ഞാനാണെങ്കിൽ ഒരു അർജന്റ് വർക്കിലായിരുന്നു. അവനെ കണ്ടാൽ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വരുമായിരുന്നു. എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അയാൾക്ക് വന്ന് പറഞ്ഞു ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് പോകൂടായിരുന്നു. അതല്ലേ മാന്യതാ? കണ്ടു കഴിഞ്ഞാൽ അവൻ പോവില്ല, അതല്ലേ. രവിയേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പണ്ട്. മാറ്റിയത് അത് എനിക്ക് ഓഫീസിൽ നല്ലൊരു തിരക്കുള്ള വർക്കുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചുമ്മാ ഇങ്ങനെ സമയം കളയുന്നല്ലാതെ ശല്യമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന്. എന്ത് കാര്യം അയാൾ രവിയേട്ടനോട് പറഞ്ഞത്? ഡിസിഷൻ അറിയിക്കാനായിട്ട് വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല, അയാൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും പറയണത്, അത്രേ ഉള്ളൂ. തന്നെ അതേന്നെ മണി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചായ എടുത്തോ. ഓ തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ? അമ്മ, സംതിങ് ഫിഷി.
കൊറേ നേരം ആയല്ലോ CBI കളിക്കാൻ തുടങ്ങിയിട്ട്. എന്തുവാടി ആലോചിക്കുന്നത്? തെളിച്ച് പറ. ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ രണ്ടുപേരും സത്യസന്ധമായി ഉത്തരം പറയണം. പറയൂ. എന്താണ് ചോദ്യം? ചോദ്യം കേട്ടത്. അച്ഛൻ ഇതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നപ്പം അങ്ങനെ മുങ്ങി നടന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ഇല്ലല്ലോ അല്ലേ? ഉറപ്പാണ്. ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇല്ല. പിന്നെ എന്തിനാ അച്ഛൻ ഇപ്പോൾ ഭയന്ന് നടക്കുന്നു? എന്തുകൊണ്ട്? അതാണല്ലോ നമ്മുടെ ചോദ്യം. ആ, ഞാൻ പറയാം. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. അച്ഛ, മണികണ്ഠൻ എന്ന് പറഞ്ഞ ഏതോ ഒരു പുള്ളി അച്ഛനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ തന്നെ അച്ഛന്റെ മുഖഭാവം അങ്ങ് മാറി. അച്ഛനൊരു വെപ്രാളോ, മുഖമൊക്കെ കയറിങ്ങോ കടുത്ത് ഞാൻ ഇല്ലെന്ന് പറ, നീ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വെപ്രാളോ. അതിന്റെ ആവശ്യം എന്തുവായിരുന്നു? എന്തായിരിക്കും? അച്ഛനെ അയാളെ ഒഴിവാക്കണം. ഒഴിവാക്കണം. വേറൊരു കാര്യം ചോദിക്കാം. ഈ പുള്ളിയെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മ? ചിന്തിക്ക്, നന്നായിട്ട് ചിന്തിക്ക്. എപ്പോഴെങ്കിലും, എപ്പോഴെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ്? എന്റെ ഓർമ്മയിലില്ല. ഇല്ല. നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റിങ്കി? ഞാൻ എവിടെ നിന്ന് കാണാൻ? കണ്ടിട്ടൊന്നുമില്ല. ഞാനും കണ്ടിട്ടില്ല. പിന്നെ നമ്മളാരും കാണാത്ത ഒരാളെ അച്ഛൻ പിന്നെ എന്തിനു പേടിക്കണം? അതാണ് എന്റെ ചോദ്യം. അത് ശരിയാണല്ലോ. എന്തിനു പേടിക്കണം? എന്തായിരിക്കും കാരണം? അച്ഛന് പേടിയാണോ അയാളെ? അച്ഛന് നല്ല പേടി. സാധാരണ അച്ഛൻ അങ്ങനെ ആരെങ്കിലും പേടിക്കാറുണ്ടോ? ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഇറങ്ങി ഓടാറുണ്ടോ? അച്ഛൻ ഇങ്ങനെ ഒളിച്ചും മറച്ചും ഒക്കെയാണോ നടക്കുന്നത്? അങ്ങനത്തെ ഒരു സ്വഭാവമാണോ നമ്മുടെ അച്ഛന്റെ? അല്ല അല്ലാന്ന് പറയാ. ഇത്ര താമസം എന്തുവാ? അല്ല, നീ എന്നതാണ് ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിട്ടില്ല. ഉത്തരം നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പറ. നീ പോയിന്റിലേക്ക് വാ. നീ കറങ്ങി തിരിഞ്ഞ് ഊന്ന് പറയണല്ലാണ്ട് കാര്യം പറയണില്ലല്ലോ. ഉദ്ദേശം എന്ന് പറഞ്ഞ വേറെ ഒന്നുമില്ല. ഇത് സംഭവം അതാണ്. ഏതാണ്? മറ്റേ മണികണ്ഠൻ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? പുള്ളി എന്താ പറഞ്ഞേ? ഞാൻ എല്ലാം സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അച്ഛന്റെ തീരുമാനം അറിഞ്ഞാൽ മതി. ഡിസിഷൻ. എന്ത് ഡിസിഷനാണ്? ചിന്തിക്കൂ, നന്നായിട്ട് ചിന്തിക്കൂ. എന്തെങ്കിലും കേട്ടട്ടെ. എന്തോ കാര്യം പറ. നിന്റെ മനസ്സിൽ തല പുകയുന്നടേ. കാര്യം പറ. ദേഷ്യം വരുന്നു. പിന്നെ ഇങ്ങനെ കൊടുക്കണല്ല. കാര്യം പറയണില്ല. പറ. ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നോക്കുമ്പോ എനിക്കൊരു കാര്യം മനസ്സിലേക്ക് വരുന്നു. എന്തോന്നാണ്? ഇത് അത് തന്നെയാണ്. ഏത്? എനിക്ക് പറയുന്നതിൽ നല്ല വിഷമമുണ്ട്. പറയോ, ഞങ്ങളെ കൂടെ ടെൻഷൻ എടുപ്പിക്കാതെ. പറയാം. അത്ര എടുത്തടിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. അത് പതുക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? കാര്യം പറ. അമ്മ, ഈ പുള്ളി ഉണ്ടല്ലോ, നമ്മുടെ അച്ഛനെ പറ്റി ഒരു കയ്യബദ്ധം. നിങ്ങൾ പണ്ടത്തെ സിനിമ കണ്ടിട്ടില്ലേ? അച്ഛനെ അമ്മയൊക്കെ തേടി മക്കൾ വീട്ടിലോട്ട് പറഞ്ഞേ. ഇത് അത് തന്നെ മണി. അനാവശ്യം പറഞ്ഞോണ്ടില്ല. പൊല്ല് താഴെ വീഴുന്നില്ല. ഓ, ഞാൻ പറയുന്നത് അനാവശ്യം. നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക്. പുള്ളി വന്നപ്പോ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡിസിഷൻ അച്ഛൻ തന്നെ പറയൂന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് കാര്യം ചെന്ന് പറഞ്ഞപ്പോഴേക്ക് അച്ഛനൊരു പേടി, വെപ്രാളം, ഇതുവരെയും ഇല്ലാത്ത കുറെ എക്സ്പ്രഷൻസ് ഒക്കെ. പിന്നെ എല്ലാം പോട്ടെ, ഇതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ആണെന്ന് ചിന്തിക്കാം. അമ്മ, ചേട്ടന്റെ മൂക്ക് ശ്രദ്ധിച്ചായിരുന്നോ? ആ മൂക്ക് നിന്റെ അച്ഛന്റെ മൂക്ക് പോലെ അല്ലല്ലോ. അച്ഛന്റെ മൂക്ക് പോലെ അല്ല, ചിലപ്പോ അമ്മേരെ മൂക്കായിരിക്കും പുള്ളിക്ക്. കണ്ണ് ശ്രദ്ധിച്ചായിരുന്നു? കണ്ണ് ശ്രദ്ധിക്കണം. ഇല്ലേ ഒരു ഷേപ്പില് റിങ്കി ഒന്ന് ഡീകോഡ് ചെയ്തിട്ട്. ഉണ്ട കണ്ണല്ലേ അത്? ആ മുഖത്തിന്റെ ഷേപ്പ് അതുപോലെ അല്ലേ? പിന്നെ ചില എക്സ്പ്രഷൻസ് ഇങ്ങനെ, ചില കഥകളി അതും അതുപോലെയല്ലേ? ചിലതൊക്കെ ചെറുതായിട്ട്. മൊത്തതും കിട്ടൂല, ഉപ്പോള വരൂലല്ലോ ഉപ്പിലിട്ടത്. ചിന്തിക്ക്. അമ്മ ഇത് എന്നെ അമ്മ ചിന്തിച്ചിട്ട് കാര്യമില്ല. അമ്മ ഇനി നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അമ്മയ്ക്ക് 2 പെൺമക്കളാണ്. നമുക്കൊരു കൂട്ടും കാര്യങ്ങളൊക്കെ വേണം. നമുക്കൊരു മൂത്ത ചേട്ടന്റെ സ്ഥാനത്ത് ഒരാളെ വേണം. അതിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇവിടെ കെട്ടിച്ചു വിട്ടാണെങ്കിൽ ശ്രീധനത്തിന്റെ പാതി ആ ചേട്ടനെ മേടിക്കാം. അമ്മ, ആ ചേട്ടൻ ദത്തെടുത്തു. കൂടമ്മ. നാക്കിനെല്ലില്ലാന്ന് പറഞ്ഞാൽ എന്ത് അനാവശ്യം വിളിച്ച് പറയുന്നല്ലോ. നിന്റെ തോന്നലുണ്ടല്ലോ. നിർത്തിക്കോളെ ഇന്നത്തോടുകൂടി. ഇനി ഒരു അക്ഷരം വേണ്ടി ഞാൻ കൊന്നളിഞ്ഞതിനെ പറയാൻ വന്നിട്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂലേ?
അത് മണിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, മണികണ്ഠനോട് സ്നേഹമാണ്. നീ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞ സത്യമൊക്കെ തന്നെ. എടി ഇനി നീ അധികം സംസാരിച്ചോണ്ടല്ലോ അമ്മയുടെ ഒന്നേ കിട്ടിയോളൂ. എന്റെ ചറ പറയാന്നായിരിക്കും ഇടി കിട്ടാൻ പോണോ, നോയിക്കോ. വേണ്ട നീ നീ തീർന്ന്. സത്യം തെളിയുമ്പോ നിങ്ങൾ എല്ലാരും എന്റെ പുറകെ വരും. അപ്പൊ ഞാൻ ഉണ്ടോ മുഖത്ത് നീര് വെച്ചു അപ്പുറത്ത്. അതെ, എനിക്ക് എന്റെ അച്ഛനോട് ചോദിക്കാൻ അറിയാം എന്താണ് കാര്യം. പറയും. ഓരോന്ന് ഊഹിച്ചങ്ങ് എടുത്തോളൂ രാവിലെ. എന്തൊരു കഷ്ടപ്പോനെ ഞാൻ ഊഹിച്ചു. ഇപ്പൊ പാട് എല്ലാരും മുഖമായിരുന്നു, അത് പോയി. എന്ത് ചെയ്യാനാ, സത്യത്തിന്റെ മുഖം പികർന്നു പോണം, പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും വിളിക്കാനേ നേരം പിന്നെയും വിളിക്കുന്നു. എടുത്തിട്ട് എന്തോന്ന് പറയാൻ. ഹലോ, ആര്? അമ്മണിയാണ്, നേതൃണ്ട്. മനസ്സിലായാ? മണികണ്ഠന്റെ അടുത്ത് റോങ് നമ്പർ ആന്ന് പറയുന്നത് ആരാന്ന് മനസ്സിലായില്ലേ? അച്ഛൻ തന്നെയാണ് ഇങ്ങനെ റോങ് നമ്പർ, അച്ഛൻ തന്നെയാണ് ഇങ്ങനെ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റിക്കുന്നത്. അച്ഛന്റെ കള്ളത്തരം നീ പറഞ്ഞ സത്യമാണല്ലോ എന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ല. പക്ഷെ അച്ഛൻ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഇത് രവിയല്ല, തന്നോട് പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്. ഇത് റോങ് നമ്പർ. ഈ ആണുങ്ങളില്ലാത്ത സമയത്ത് ഇങ്ങോട്ട് വിളിക്കുന്നതിനാ കംപ്ലൈന്റ് കേട്ടോ. റോങ് നമ്പർ വെച്ചിട്ട് പോടാ. കാര്യം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ലേ നല്ലത്. എന്തോ ചോദിക്കാതിരിക്കുന്നു. അമ്മ നമ്മളെ പഠിപ്പിച്ചെന്ന കാര്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കണം, മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. അതുകൊണ്ട് നമുക്ക് പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത്. രവിയേട്ടാ, എന്ത് മണി? എനിക്ക് രവിയേട്ടനോട് ഒത്തിരി സംസാരിക്കണം. മണി ഇപ്പോഴേ സമയമില്ല, നീ പോ പിന്നെ വാ. രവിയേട്ടാ, ഇനി ഞാൻ ഇവിടെ ഒരു അർജന്റ് വർക്കിലാണ്, അതിനിടയ്ക്ക് സംസാരിക്കാൻ വന്നിട്ട് പിന്നെ പറയാൻ പോ. എവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതിന് എന്തോന്നിത്? രവിയേട്ടാ, ആരാ മണികണ്ഠൻ? ഏത് മണിയുണ്ട്? ഏത് മണിയുണ്ട്? ഇപ്പൊ വന്നിട്ട് പോയ ആ ചേട്ടൻ. മണിയുണ്ടേ, എന്റെ ഒരു ഫ്രണ്ട്. ഫ്രണ്ട് ആയിട്ടാണ് അയാൾ വീട്ടിൽ വന്നിട്ട് അയാളെ ഒഴിവാക്കി വിട്ടത്. എന്റെ മണി, ഞാൻ പറഞ്ഞത് ശല്യമാണ്. എനിക്കാണെങ്കിൽ അർജന്റ് വർക്കുകളുണ്ട്. എന്തോന്ന് അർജന്റ് വർക്ക് വെച്ചാ? ഇന്ന് അവധി ദിവസമാണ്, സൺഡേ ആണ്. പിന്നെ എന്തോന്ന് സൺഡേ ആയിട്ട് പോലും ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കളിക്കാനെങ്കിലും വരില്ല, നിങ്ങളോട് പാട്ടൊക്കെ പാടിയിരിക്കില്ലായിരുന്ന. എന്നിട്ട് പോലും ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവൻ ഒഴിവാക്കി വിട്ടത്, അറിയാമോ? ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ ഒഴിവാക്കും ഒരാള്? ഫ്രണ്ട് എന്ന് പറയോ? എന്റെ മണിക്കുട്ടി, ഞാൻ പറഞ്ഞില്ലേ അയാൾ ശല്യമാണ്. എന്ത് ശല്യപ്പെടുത്തിന്നാ പറയണേ? ഒരു കാര്യമില്ലാതെ വന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ സംസാരിക്കാൻ വന്ന ആളെന്തോ കാര്യം കാണാൻ എന്ത് പറയാൻ വന്നതാണ് എമർജൻസി ആയിട്ട്. രവിയുടെ ഒഴിവാക്കി. ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ പറ്റി ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ലല്ലോ. എവിടെ ആർക്കും അറിയില്ല. അതുപോലെ അയാൾക്ക് ഫോൺ നമ്പർ, വീടിന്റെ അഡ്രസ് എല്ലാം അച്ഛൻ കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ, ഞാൻ പറയാം. ഒരു ദിവസം നമ്മുടെ മരിയ ബേക്കറി ഇല്ലേ, ആ മരിയ ബേക്കറിയിൽ നിന്ന് ഒരു ചായ കുടിച്ചോണ്ടപ്പോ ഇയാളും അടുത്ത് വന്ന് ചായ കുടിച്ചു. അങ്ങനെ നോക്കി തിരിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കാഷ്വലായിട്ട് പരിചയപ്പെട്ടാണ്. പിന്നെ നല്ലൊരു സംസാരമൊക്കെ കണ്ടപ്പോ അങ്ങനെ ഞാൻ എന്റെ ഫോൺ നമ്പർ കൊടുത്തു. അങ്ങനെയല്ല, നമ്മളിപ്പം ഒരു കൂട്ടാവുകയാണെങ്കിൽ നമ്പർ കൊടുക്കില്ലേ? പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളാരും കൊടുക്കൂല. കള്ളം കള്ളം പച്ചക്കള്ളം. ഇതിൽ എന്തോ കള്ളത്തിലുണ്ടോ? സത്യം പറയാം, നിങ്ങൾ അയാളായിട്ടുള്ള ബന്ധം ഒന്നതാണോ? ബന്ധോ? പറഞ്ഞു കൂടി, സ്വന്തം മോനാണെങ്കിൽ അതോട് പറഞ്ഞു കൊടുത്തിരിക്കുക. അവള് എന്തോ പറയട്ടെ, എനിക്ക് നിങ്ങളും അയാളുമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അച്ഛാ കുറെ നേരം കൊണ്ട് ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കണം. അച്ഛാ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. ഇനി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവള് പറഞ്ഞത് ഞാൻ വിശ്വസിക്കും. മണി, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തോന്ന്? പ്രവൃത്തിയിലാണ് സംശയം ഉണ്ടാക്കുന്നത്. മക്കളെ, ഞാൻ പറയാം. അയാൾ ഒരു ഏജന്റ് ആണ്, ഈ പോളിസിയൊക്കെ എടുപ്പിക്കൂലേ, ഇൻഷുറൻസിന്റെ. അയാൾ ഒരു മാസമായിട്ട് എന്റെ പുറകെ നടക്കുന്ന ഒരു പോളിസി എടുക്കാൻ വേണ്ടി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്തോ അത് ഇതാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഒഴിഞ്ഞു മാറി പോവാണ്, അതാണ് സംഭവം. അതെ, ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് എടുക്കാൻ പറ്റില്ല. അയ്യോ ദൈവമേ, 1000 വട്ടം ഞാൻ അവനോട് പറഞ്ഞാണെങ്കിൽ എനിക്ക് പറ്റില്ല. പിന്നെ അവനോട് എനിക്ക് സത്യം പറഞ്ഞ് ഓഫീസിൽ നിന്ന് പണിയാൻ പറ്റില്ല, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അറിയോ? ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളെ പറഞ്ഞല്ലോ. ആ കാര്യം ഞങ്ങളോട് പറയാത്ത നിന്നോട്. ഇവളാണ് എപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, അതൊരു പ്രൊട്ടക്ഷൻ ആണ് എടുക്കുന്നത്, ഒരു ഭീമമായ തുകയാണത്. അതിനിപ്പോ എന്റെ പൈസ ഇരിക്കണ.
അച്ഛൻ ഈ കാര്യം ആദ്യമേ ഞാൻ വന്നപ്പോ പറയാത്തത് ആ പുള്ളി ഈ വീട്ടിൽ കേറാത്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു വിടൂലേ. ഞാൻ വിചാരിച്ച് പറഞ്ഞങ്ങ് വിടാന്ന് വിചാരിച്ചു. എന്റെ രവിയേട്ടാ, ഈ വീട്ടിലെ സകലമാന പ്രശ്നവും നടക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യം തെളിച്ച് പറയാത്തോണ്ടാണ്. എന്തായാലും ഈ കാര്യം സമാധാനമായല്ലോ. ഓ, ഇനി അയാൾ വന്നു കഴിഞ്ഞാൽ ജന്മത്ത് ഈ ഏരിയയിൽ വരാത്ത രീതിയിലാക്കാം. ഞങ്ങൾ നോക്കിക്കോളാം, ഞാനും നോക്കിക്കോളാം. അക്കാര്യം സോൾവ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ വേറൊരു കാര്യം സോൾവ് ചെയ്യാനുണ്ട്. പിങ്കി മക്കളെ, അല്ല റിങ്കി മക്കളെ, നീ ആ കൈ പിടിച്ചേ. ഈ കൈ പോയി. മണി കാര്യമായിട്ട് ഞാൻ ഇവിടുത്തെ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ ഞാൻ പിടിച്ചോളാം. അമ്മ ഇവിടെ അടിച്ച് എന്തിനമ്മ കൈ ചീറ്റാക്കണം? ഞാൻ ഒരു അടി കൊടുക്കാം. നേരെ കൊച്ചു വായിൽ വലിയ വർത്തമാനം. നീ നേരത്തെ എന്റെ അച്ഛൻ എന്തോടി പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല. വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് വരെ പറഞ്ഞോളൂ. അച്ഛൻ